ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ ഒരു ചിക്കൻ സ്റ്റൂ ആണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടതായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാനിവിടെ കാണിക്കുന്നുണ്ട്. എല്ലാ ഇൻഗ്രീഡിയൻസും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, എല്ലാം റെഡിയാക്കി. നാളികേരം പാല് 2 ടൈപ്പിൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഒരെണ്ണം കട്ടിയുള്ളതും ഒരെണ്ണം കട്ടി കുറഞ്ഞ പോലെ. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെക്കുന്നു, അത് ഒന്ന് ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്യാണ്. ഓയിൽ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു കരയാമ്പൂ, ഒരു ഏലക്ക, ഒരു ചെറിയ പീസ് പട്ട, അത് മൂന്നിട്ടൊന്ന് ഇളക്കണം. അതായതിനു ശേഷം അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പില എല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ്. പച്ചമുളക് കുറച്ച് അധികം ഇട്ടിട്ടുണ്ട്, ഒരു 5 പച്ചമുളക് ഇട്ടിട്ടുണ്ട്, നല്ല എരിവുള്ള. വേറെ മുളക് ഇതിൽ ആഡ് ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ ഒരു സബോള ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും ആഡ് ചെയ്ത് നന്നായിട്ട് വഴറ്റാം. നല്ലോണം കളറൊന്നും ബ്രൗണിഷ് കളറൊന്നും ആവണ്ട, ഒനിയൻ ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി. നല്ലോണം മിക്സ് ചെയ്ത് ഇളക്കുക. കളറൊക്കെ നല്ലോണം ഒരുവിധം മാറിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിലേക്ക് നെക്സ്റ്റ് ആഡ് ചെയ്യേണ്ടത് ചിക്കനാണ് ആഡ് ചെയ്യാനുള്ളത്. അപ്പോൾ ചെറിയ പീസാക്കിയിട്ട് ബോൺലെസ് ചിക്കനാണ് ഞാൻ വെച്ചിരിക്കുന്നത്, അത് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. നല്ലോണം എല്ലാം മസാലകളൊക്കെ അതുമലേക്ക് പിടിക്കേണ്ട തരത്തിലാക്കി നന്നായി ഇളക്കിയതിന് ശേഷം മൂടി വെച്ചിട്ട് കുറച്ച് നേരം വേവിക്കാം. കുറച്ച് കഴിഞ്ഞ് അതൊന്ന് തുറന്നു നോക്കുമ്പോൾ ചിക്കന്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്, നല്ല വൈറ്റിഷ് കളർ ചിക്കനൊക്കെ ആയിട്ടുണ്ട്. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്കതിൽ ആഡ് ആക്കേണ്ടത് കുറച്ച് ലെമൺ ജ്യൂസ് ആണ് ആഡ് ആക്കുന്നത്. പിന്നെ നമ്മൾക്ക് ഒരു 1/2 സ്പൂൺ ഒരു പെപ്പറിന്റെ പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി അതിലേക്ക് ആഡ് ആക്കേണ്ടത് പൊട്ടറ്റോ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പൊട്ടറ്റോ അതിൽ ആഡ് ആക്കണം. അതിനുശേഷം ക്യാരറ്റാണ് പിന്നെ ആഡ് ആക്കാനുള്ളത്. പൊട്ടറ്റോ നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിനുശേഷം അതിലേക്ക് ക്യാരറ്റ് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി ആഡ് ചെയ്യണം. നല്ലോണം ക്യാരറ്റ്, പൊട്ടറ്റോ, ചിക്കൻ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് സെക്കൻഡ് കട്ടി കുറവുള്ള പാല് ഒഴിച്ചിട്ട് അത് ഇട്ടിട്ടാണ് നമ്മൾ ഇത് വേവിച്ചെടുക്കുന്നത്. ഈ സെക്കൻഡ് പാൽ ഒഴിച്ച് നല്ലോണം എല്ലാ വെജിറ്റബിൾസും എല്ലാം നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം കുറച്ചു നേരം അടച്ചു വെച്ച് വേവിക്കാം. ഈ ചിക്കൻ സ്റ്റൂ നമ്മൾക്ക് അപ്പത്തിന്റെ കൂടെ കഴിക്കുക, പൊറോട്ടയുടെ കൂടെ, ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാൻ അപ്പത്തിന്റെ കൂടെയാണ് ഇത് കഴിക്കാൻ പോകുന്നത്. ഇപ്പോൾ തുറന്നു നോക്കി ഒരുവിധം നല്ലോണം വെള്ളമൊക്കെ വറ്റി നല്ലോണം വെന്തിട്ടുണ്ട്. എല്ലാ വെജിറ്റബിൾസും ചിക്കനൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഫസ്റ്റ് പാല് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് ആഡ് ചെയ്യണം. ഇതിന് അധികം കറിക്ക് തിക്നെസ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് 2-3 പീസ് പൊട്ടറ്റോ എടുത്തിട്ട് ഒന്ന് ഉടച്ചിട്ടാൽ മതി കേട്ടോ. ഇപ്പൊ ഫസ്റ്റ് പാല് കൂടി ഇതിൽ ആഡ് ചെയ്യണം. അധികം തിക്നെസിന്റെ ആവശ്യമില്ല ഈ കറി, ഒന്ന് കുറുകി വന്നോളൂ, ഇത്രയ്ക്ക് ആവശ്യമുള്ളൂ. ഇനി ഞാൻ ഇതൊക്കെ ഒന്ന് നല്ലോണം ആയിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് യൂസ് ചെയ്തോളൂ കേട്ടോ. സ്റ്റവ് ഒക്കെ ഓഫ് ചെയ്തു. ഇനി ഇതിലേക്ക് താളിച്ചൊഴിക്കാനുണ്ട്. അതിന് ഞാനൊരു ചെറിയ പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി അതിൽ കുറച്ച് ഓയിൽ ആഡ് ചെയ്യാണ്. അതിനുശേഷം ഓയിലൊക്കെ നല്ലോണം ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഒനിയൻ പ്ലസ് കടിപ്പത്ത, വേപ്പില രണ്ടും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കളറൊക്കെ നല്ലോണം മാറി വരണ വരെ നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. നല്ലോണം കറിയൊക്കെ ആയിട്ടുണ്ട്. നല്ലോണം ഇനി ഞാനത് സ്റ്റവ് ഓഫ് ചെയ്ത് ഈ ഒനിയൻ അതിലേക്ക് ആഡ് ചെയ്യാണ്. സ്റ്റൂ ആയി റെഡി ആയിരിക്കുന്നതിലേക്ക് ഞാൻ ആഡ് ചെയ്തു. നല്ല പരുവമായിട്ടുണ്ട്, വെന്ത് എല്ലാം റെഡിയായി. മിക്സ് ചെയ്തു. ഇനി ഞാനതൊരു വേറെ ബൗളിലേക്ക് ചേഞ്ച് ആക്കുകയാണ് കേട്ടോ. ഇത് നല്ല ടേസ്റ്റി കറിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.